വെൽക്കം ടു എഡിഫൈ ലേണിംഗ്. ഇറ്റ്സ് മീ സിറാജ് കേസി. എഡിഫൈ ലേണിംഗിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം കേട്ടറ്റ് കാറ്റഗറി 1 ആയാലും 2 ആയാലും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് മാത്തമാറ്റിക്സ്. ആ മാത്തമാറ്റിക്സിന്റെ ഒരു ചെറിയൊരു ടോപ്പിക്കായിട്ട് ഞാൻ ഇന്ന് വന്നത്. നമുക്കറിയാം മാത്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മുന്നേ ഉള്ള നിങ്ങളൊരു പ്രശ്നം ഉണ്ടല്ലേ, മാത്സ് എനിക്ക് ടഫാണ് അല്ലെങ്കിൽ എനിക്ക് നടക്കൂല എന്നുള്ള ഒരു ധാരണ ഒരു പക്ഷേ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഉണ്ടാവാം. അത് മാറ്റിയെടുക്കുക എന്നുള്ളത് കൂടെയാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ലക്ഷ്യം. അപ്പോൾ നമുക്കറിയാം കാറ്റഗറി 1ലും 2ലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്റ്റൻസ് സ്പീഡ്. മാത്രമല്ല ഏത് PSC ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, SSC ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, മാത്തമാറ്റിക്സിന് ജനറൽ ആയിട്ട് ചോദിക്കുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിലുള്ള ഒരു ടോപ്പിക്കാണ് സ്പീഡ്, സമയം, ദൂരം എന്നുള്ളത്. ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം. ഓക്കെ, ഇത് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാം ചോദിക്കുന്നതാണ്. നമുക്ക് എങ്ങനെയൊക്കെയാ നമുക്ക് നോക്കാം. അത് നിങ്ങൾ ഒരുപാട് സൊല്യൂഷൻ അല്ലെങ്കിൽ ഫോർമുല കാര്യങ്ങളൊന്നും പഠിക്കേണ്ട, എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഒന്നും നിങ്ങൾ എന്ത് പഠിക്കേണ്ട, ഫോർമുല പഠിക്കേണ്ട, ആ കൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പൊ നിങ്ങൾ ഫോർമുല പഠിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ പക്ഷെ അത് മറന്നു പോകും. ആ ഫോർമുല മറന്നു പോയാൽ ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് വിട്ടുപോകും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു 3 ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ നിനക്ക് എന്തായാലും കിട്ടൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, അത് പാസ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അങ്ങനത്തെ ഒരു ടൈപ്പ് ആൾക്കാരുണ്ടാവും. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കാണും, ചെയ്ത് നോക്കും, ഇങ്ങനെ കുറെ ചെയ്ത് എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയത്ത് എന്ത് ചെയ്യും, ഒരുപാട് ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സമയത്ത് ഈ ഒരൊറ്റ ക്വസ്റ്റ്യന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും, ടൈം സ്പെൻഡ് ചെയ്യും. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. മൂന്നാമത്തെ എന്ന് പറഞ്ഞ ഒരു ലെജൻഡ്സ് ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കും, ഒരു 1 മിനിറ്റ് കൊണ്ട് വായിച്ചോ അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡോട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അപ്പം തന്നെ എന്ത് ചെയ്യും, ഇങ്ങനെ എഴുതി നോക്കിയിട്ട് എന്ത് ചെയ്യും, ആൻസർ എത്തുന്ന ആൾക്കാരുണ്ട്. ആ രീതിയിലേക്ക് നിങ്ങൾ വളരണം എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ കൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ മാത്സിന്റെ എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടാവും. പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഏറ്റവും ഈസി ആയിട്ട് ഷോർട്ട് കട്ടിലൂടെ എങ്ങനെ നേടാന്നുള്ളത് നോക്കേണ്ടി വരും. അവിടെ നിങ്ങൾ ഫോർമുല ബൈഹാർട്ട് ചെയ്യുന്നത് പകരം ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പോവാന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈമിന്റെ ഒരു പാർട്ട് 1ലേക്കാണ് നമ്മൾ പോകുന്നത്. ആ പോകുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ടൊരു കുറച്ച് കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടി വരും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള അറിയണം. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത് നിങ്ങൾ ഫോർമുല ആയിട്ട് പഠിക്കണ്ട. നമുക്കറിയാലേ വേഗത കൂടുക അല്ലെങ്കിൽ സ്പീഡ് കൂടുക എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, സമയം കുറയാന്നല്ലേ. കുറഞ്ഞ സമയം കൊണ്ട് എന്താ പറയാ പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ സ്പീഡ് കൂടുമ്പോൾ സമയം എന്ത് ചെയ്യും, കുറയും. അതെന്തായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലെ. സ്പീഡ് കൂടുമ്പോൾ സമയം കുറയും എന്നുള്ളതാണ്. സ്പീഡ് കുറയുമ്പോൾ അതിന്റെ മീനിങ് എന്താ, സമയം കൂടും അല്ലെ. ഒരു സ്ഥലത്തേക്ക് കോഴിക്കോടേക്ക് നിങ്ങൾ പോകണം, അല്ലെങ്കിൽ മലപ്പുറത്തേക്ക് നിങ്ങൾ പോകണം, അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് നിങ്ങൾക്ക് പോകണം. ആ പോകുന്ന സമയത്ത് നോർമൽ ഒരു സമയം ഉണ്ടല്ലോ, 1 മണിക്കൂർ 2 മണിക്കൂറായിരിക്കും. പക്ഷെ നിങ്ങൾ 3 മണിക്കൂർ എടുത്തിട്ടാണ് നിങ്ങൾ അവിടേക്ക് എത്തുന്നെങ്കിൽ അതിന്റെ മീനിങ് എന്താ, നിങ്ങൾ പോകുന്ന വേഗത കുറവാണെന്ന് അർത്ഥം അല്ലെ. അല്ലെങ്കിൽ 2 മണിക്കൂർ എത്തേണ്ട സ്ഥലത്തേക്ക് നിങ്ങൾ 1.5 മണിക്കൂർ കൊണ്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ, നിങ്ങൾ പോകുന്ന വേഗത എന്താണ്, കൂടുതലാണെന്ന് അതിന്റെ മീനിങ് അല്ലെ. അപ്പോ സ്പീഡും ടൈം എപ്പോ എന്തായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലെ. സ്പീഡ് കൂടുമ്പോൾ സമയം കുറയും, സ്പീഡ് കുറയുമ്പോൾ സമയം കൂടും. അപ്പം സ്പീഡും ടൈമും ഡിസ്റ്റൻസും തമ്മിലുള്ള ഒരു ഫോർമുലയാണ്. ഓക്കെ, സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ സ്പീഡ് ഇങ്ങനെ കൂടുന്ന സമയത്ത് ടൈം എന്തായിരിക്കും, കുറവായിരിക്കും അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് എന്തായാലും സെയിം ആയിരിക്കുമല്ലോ. ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ നിങ്ങൾ കോഴിക്കോടേക്കാ പോകുന്നത് അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കാ പോകുന്നെങ്കിൽ അവിടേക്കുള്ള ദൂരം സെയിം ആയിരിക്കും. ആ ദൂരത്തെ നിങ്ങൾ എന്ത് ചെയ്യാം, സ്പീഡ് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സമയം കുറയ്ക്കാൻ പറ്റും. ഇനി അല്ല സമയം കൂടുന്നതനുസരിച്ച് സ്പീഡ് അല്ലെ, സമയം ഇങ്ങനെ കൂടുക എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താ, വേഗത കുറയാന്നല്ല. ഇപ്പൊ സ്ലോലി നിങ്ങൾ പോകുന്ന സമയത്തായിരിക്കും എന്ത് ചെയ്യുക, സ്പീഡ് കുറയുക. അപ്പൊ സ്പീഡും ടൈമും എന്തായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതേപോലെ തന്നെ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തായിരിക്കും അല്ലെ, ടൈം കൂടുന്നതനുസരിച്ച് എന്തായിരിക്കും, സ്പീഡ് കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ എടുത്തുന്ന സമയം ഒരു 2 മണിക്കൂർ എക്സ്ട്രാ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മീനിങ് എന്തായിരിക്കും, സ്പീഡ് കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ആ ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടൈം കിട്ടും. ഇനി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാലോ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദൂരാണ്. ദൂരം എന്ന് പറഞ്ഞാല് നിങ്ങൾ എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് എടുക്കുന്ന സമയം എത്രയാണോ ആ സമയത്തെ സ്പീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് 3 ഫോർമുല. ഒറ്റ ഫോർമുല പഠിച്ചാൽ സ്പീഡ് ഈക്വൽ ടു എന്താ, ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ഫോർമുല നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. ഈ ഒറ്റ ഇക്വേഷൻ കിട്ടും. കാരണം സ്പീഡ് കാണാനാണെങ്കിൽ ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ടൈം കാണാനാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ടി ഇങ്ങോട്ട് കൊണ്ടുപോയി എസ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അല്ലെ. അപ്പൊ എന്താ, ടി എന്ന് പറഞ്ഞ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആ കാണേണ്ടതെങ്കിൽ എന്താ, എസ്സിന് ഇങ്ങോട്ട് കൊണ്ടുവരാം, ടൈം ഇൻറ്റു സ്പീഡ് ആയിരിക്കും എന്ത്, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഫോർമുല ഇങ്ങനെ തന്നെ പഠിക്കണം എന്നല്ല, കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. എന്താ, സ്പീഡ് എന്ന് പറഞ്ഞാൽ ദൂരത്തിന്റെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് സ്പീഡ് കൂടുമ്പോൾ സമയം എന്തായിരിക്കും,
കുറവായിരിക്കും അല്ലെ. അതായത് സ്പീഡ് കൂടുന്ന സമയത്ത് സമയം കുറവായിരിക്കും. സ്പീഡ് കുറയുമ്പോൾ അതിന്റെ മീനിങ് എന്താ? ടൈം കൂടുതൽ എടുത്ത് പോവാന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാനുണ്ട്. നമുക്കറിയാം സ്പീഡ് പല രീതിയിൽ നമുക്ക് തരാം. ഒന്നുകിൽ മീറ്റർ പെർ സെക്കൻഡ്, അതായത് സെക്കൻഡിൽ ഇത്ര മീറ്റർ സഞ്ചരിച്ചു, അല്ലെങ്കിൽ നമുക്ക് എന്ത് തരാം? മണിക്കൂറിൽ ഇത്ര കിലോമീറ്റർ സഞ്ചരിച്ചു. ഈ രണ്ട് രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. അതായത് ഞാൻ അവിടേക്ക് പോകുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ സെക്കൻഡിൽ 20 മീറ്റർ ആണ്. ആ രീതിയിൽ പല രീതിയിലും ചോദിക്കാം. യൂണിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിക്കാം. ഒന്നെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും, അല്ലെങ്കിൽ കിലോമീറ്റർ പെർ ഹവറിലായിരിക്കും. ഏതിലാണോ നമുക്ക് തന്നത് നമുക്ക് രണ്ടാമത്തെ രീതിയിലേക്ക് മാറ്റാനുള്ള ചെറിയൊരു നമ്പറാണോ നോക്കി വെച്ചേക്കുക. ബൈഹാർട്ട് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു നമ്പർ ജസ്റ്റ് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് മറ്റേത് കിട്ടും. മാറിപ്പോവാതിരിക്കാനുള്ള ട്രിക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ നോക്കുക. ക്വസ്റ്റ്യൻ മീറ്റർ പെർ സെക്കൻഡിൽ നമുക്ക് തന്നിട്ടുണ്ടാവാം. ഓപ്ഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് അതിൽ സെക്കൻഡിന് പകരം മണിക്കൂർ ആയിരിക്കാം. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡും ഓപ്ഷണൽ സെക്കൻഡ് ആണ്. നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഡയറക്റ്റ് ചെയ്താൽ മതിയാവും. പക്ഷേ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നുകിൽ കിലോമീറ്റർ പെർ ഹവറിലായിരിക്കും വേഗത തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് തന്നിട്ടുണ്ടാവുക. പക്ഷെ ഏതാണോ നിങ്ങൾക്ക് തന്നത് ഓപ്ഷൻ കൂടെ നോക്കിയിട്ട് മാറ്റേണ്ടതാണെങ്കിൽ നിങ്ങൾ മാറ്റാം, മാറ്റേണ്ടതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, മാറ്റാൻ നിൽക്കണ്ട. നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ അതിനെ കിലോമീറ്റർ പെർ ഹവറിലാക്കാൻ, അതായത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവർ, അതായത് കിലോമീറ്റർ പെർ മണിക്കൂറിലേക്ക് മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് തന്നത് ആ തന്നതിനെ 18/5 കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും 20 മീറ്റർ പെർ സെക്കൻഡ് വേഗതയുള്ള കാർ എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതിനെ നിങ്ങൾക്ക് മണിക്കൂറിലേക്ക്, അതായത് കിലോമീറ്റർ പെർ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ തന്നിരിക്കുന്നത് 20 അല്ലേ, 20 എന്ത് ചെയ്യുക, 20 × 18/5 ചെയ്തേച്ചാൽ മതി. 20 × 18/5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കിലോമീറ്റർ പെർ ഹവർ കിട്ടും. ഇവിടെ നോക്കിക്കേ, 5 കൊണ്ട് 20 ഉണ്ട് അല്ലെ, നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 4 ആണ്. 4 × 18 എന്ന് പറഞ്ഞാൽ എത്രയാ? 72 കിലോമീറ്റർ ആണ് അല്ലെ. 72 കിലോമീറ്റർ പെർ ഹവർ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. അപ്പൊ ഒരു മീറ്റർ പെർ സെക്കൻഡിലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിലോമീറ്റർ പെർ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നേരെ തിരിച്ചാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ ഹവറിലാണ് അല്ലെ. ഈ 72 കിലോമീറ്ററിന് എടുക്കാം. നമുക്ക് 72 കിലോമീറ്റർ പെർ ഹവർ ആണ്. അതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റുമ്പോൾ എന്ത് ചെയ്താൽ മതി? 5/18 കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരേ നമ്പർ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഒന്ന് റെസിപ്രോക്കൽ, ഒന്ന് തലതിരിച്ചതാണ് അല്ലെ. 18/5 ആണ്, ഇവിടെ 5/18 ആണ് നമുക്ക് തന്നിരിക്കുന്ന. കിലോമീറ്റർ പെർ ഹവറിനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് 72 ആണ്. 72നെ 5/18 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അവിടെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. 4 × 5 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും അല്ലെ. അപ്പൊ കിലോമീറ്റർ പെർ ഹവർ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കിട്ടും. ഇനി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നോക്കുന്ന സമയത്ത് ഇവിടെ 18/5 ആണ്, 5/18 ആണ്. എക്സാം ഹാൾ നിങ്ങൾ മാറിപ്പോയി. മീറ്റർ പെർ സെക്കൻഡ് 18/5 കൊണ്ടാണോ അല്ല 5/18 കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നു. ആ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കും, ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ മീറ്ററിനെ കിലോമീറ്ററിലേക്കാണ് മാറ്റുന്നത് അല്ലെ. അതായത് ചെറുതല്ലേ, മീറ്റർ എന്ന് പറഞ്ഞാൽ ചെറുതാണ്, കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വലുതാണ്. അപ്പൊ ചെറുതിനെ നിങ്ങൾ വലുതിലേക്കാണ് മാറ്റുന്നത്. അപ്പൊ വലിയ സംഖ്യ ആയിട്ടുള്ള 18 മേലെയാണ് ഉണ്ടാവുക. ഓക്കെ, അതായത് മീറ്ററിനെ നിങ്ങൾ കിലോമീറ്ററിലേക്കാണ് മാറ്റുന്നത്. അതായത് ചെറിയ ഒരു യൂണിറ്റിനെ വലിയൊരു യൂണിറ്റിലേക്കാണ് നിങ്ങൾ മാറ്റുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആ വലിയ സംഖ്യ ആയിട്ടുള്ള 18 മേലെ ആയിരിക്കും ഉണ്ടാവുക. ആ കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. രണ്ടും കൂടി നിങ്ങൾ ആലോചിക്കണം. ഒന്ന് മാത്രം ആലോചിക്കുക. ഒന്ന് ആലോചിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും? രണ്ടാമത്തും കിട്ടും. അപ്പോൾ നമുക്കറിയാം ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് മാറ്റുന്നതെങ്കിൽ വലിയ സംഖ്യ മേലെയാണ്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ ഹവർ ആണ്, അതിനെ മീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ ആലോചിക്കണം, കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്കാണ് മാറ്റുന്നത് അല്ലെ. അതായത് കിലോമീറ്റർ എന്ന വലിയ യൂണിറ്റിനെ ചെറുതായിട്ടുള്ള മീറ്ററിലേക്കാണ് മാറ്റുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ആലോചിക്കണം? അപ്പൊ മേലെ ഏതാ ഉണ്ടാവുക? ചെറുതാണ് ഉണ്ടാവുക. വലുതിനെ ചെറുതിലേക്കാണ് നിങ്ങൾ മാറ്റുന്നെങ്കിൽ മേലെ എന്താ ഉണ്ടാവുക? ചെറിയ നമ്പർ ആയിരിക്കും. ഈ കാര്യം ആലോചിച്ച് നിങ്ങൾക്ക് മാറിപ്പോകില്ല. അതായത് ഒന്നുകിൽ 5/18 കൊണ്ടോ അല്ലെ 18/5 കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഒന്നുകിൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കിലോമീറ്റർ പെർ അവർ ആക്കേണ്ടി വരും, അല്ലെങ്കിൽ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റേണ്ടി വരും. എന്തെല്ലാം ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. 18/5 അല്ലെങ്കിൽ 5/18 ആയിരിക്കും. അത് മാറിപ്പോവാതിരിക്കാനുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. മീറ്ററിനെ കിലോമീറ്റർ ആണ് ആക്കുന്നതെങ്കിൽ, അതായത് ചെറുതിനെ വലുതിലേക്കാണ് ആക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? മേലെ വലിയ സംഖ്യ ആയിരിക്കും എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ആലോചിച്ചേക്കാം.
ഓക്കെ, കൂടുതൽ ഞാൻ പറയുന്നില്ല, കാര്യം മാത്രം ആലോചിക്കുക. ചെറുതിനെ വലുതിലേക്കാണെങ്കിൽ മേല വലുതായിരിക്കും, വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ മേല ചെറുതായിരിക്കും. ഈ കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാലേ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നോക്കിയേ. എ ചൈൽഡ് ഈസ് സൈക്ലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 5 meters per second. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ബൈസൈക്കിൾ? ഒരു കുട്ടി സൈക്കിളിൽ സെക്കൻഡിൽ 5 മീറ്റർ എന്ന തോതിൽ സൈക്കിൾ ചവിട്ടുന്നു അല്ലെ. സെക്കൻഡിൽ 5 മീറ്റർ ആണ് സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? സ്പീഡ് സെക്കൻഡിൽ 5 മീറ്റർ ആണ് അല്ലെ. 5 meter per second ആണ് അല്ലെ. സെക്കൻഡിൽ 5 മീറ്റർ ആണ്. ചോദിച്ചെന്താ, സൈക്കിളിന്റെ വേഗത എത്രയാണ്? ഓപ്ഷൻ നോക്കിക്കേ. നമ്മുടെ സൈക്കിളിന്റെ വേഗത 5 meter per second ആണ്. സെക്കൻഡിൽ 5 മീറ്റർ എന്ന് പറഞ്ഞാൽ 5 meter per second ആണ്. പക്ഷെ ഓപ്ഷൻ എന്തില്ല, ആ 5 meter per second ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൺവേർട്ട് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സ്പീഡ് ഏതിലാണുള്ളത്? മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പൊ എങ്ങോട്ടേക്കാ കൺവേർട്ട് ചെയ്യേണ്ടത്? ഓപ്ഷൻ നോക്കി, എല്ലാം കിലോമീറ്റർ പെർ ഹവറിലേക്കാണ് അല്ലെ. അപ്പൊ മീറ്റർ പെർ സെക്കൻഡിനെ നമ്മൾ കിലോമീറ്റർ പെർ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരിക? 5നെ എന്തുകൊണ്ടാണ് മീറ്ററിൽ നിന്ന് കിലോമീറ്ററിലേക്കാണ് മാറ്റുന്നില്ല. അതായത് ചെറിയ യൂണിറ്റിൽ നിന്ന് വലിയ യൂണിറ്റ് ആണ്. അപ്പൊ മേലെ ഏതാ ഉണ്ടാവുക? വലിയ യൂണിറ്റ് ആണ് ഉണ്ടാവുക. താഴെ 5 അല്ലെ. 18/5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഈ 5 ഈ 5 നമുക്ക് ക്യാൻസൽ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? താഴെ മേലെ സെയിം നമ്പറിന്റെ എന്താ പറയുക കട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സിന്റെ ഒക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ 5 നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. അപ്പൊ 18 കിട്ടും. 18 എന്ന് പറഞ്ഞാൽ എന്താ? കിലോമീറ്റർ പെർ ഹവർ ആയിരിക്കും ഇതിന്റെ ആൻസർ വരിക. ക്ലിയർ? അപ്പോ സെക്കൻഡിൽ 5 മീറ്റർ ചവിട്ടുന്ന സൈക്കിളിന്റെ വേഗത എന്ന് പറഞ്ഞാൽ എന്താണ്? കിലോമീറ്റർ. അതായത് മണിക്കൂറിൽ 18 കിലോമീറ്റർ ആയിരിക്കും. അത് ഒരു മണിക്കൂറിൽ ആ സൈക്കിൾ 18 കിലോമീറ്റർ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. കുട്ടി ചവിട്ടുന്ന സ്പീഡ് അതേ സ്പീഡിൽ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു മണിക്കൂറിൽ 18 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും അല്ലെ. സെക്കൻഡിൽ 5 മീറ്റർ ചവിട്ടുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര? 18 കിലോമീറ്റർ ആ കുട്ടിക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റും. ഇങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക. ഇവിടെ നോക്കുന്ന വേഗത എത്രയാണ് നോക്കുന്ന സമയത്ത് ഇവിടെ ഓപ്ഷനിൽ ഏതെങ്കിലും 5 meter per second എന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതാണ് നമ്മുടെ ആൻസർ വരിക കേട്ടോ. 5 meter per second. പക്ഷെ ഓപ്ഷൻ അങ്ങനെ ഉണ്ടാവില്ല. കാരണം ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാറില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു കൺവേർഷൻ ഉള്ള രീതിയിലാണ് കൊടുക്കേണ്ടാവുക. അപ്പൊ 5 meter per second ഉണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ ഉണ്ടാവുക. അതില്ലെങ്കിൽ അതിന് എന്ത് ചെയ്യേണ്ടി വരും? കിലോമീറ്റർ പെർ ഹവറിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാ? കൺവേർഷൻ നോക്കുക. നോക്കേണ്ട കാര്യം, ചെറുതിൽ നിന്ന് വലുതിലേക്കാണെങ്കിൽ എന്തായിരിക്കും? മേലെ 18/5 കൊണ്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. How far will a car traveling at a speed of 60 km/h travel in 4 hours? 4 മണിക്കൂറിൽ 60 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന കാർ എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദിക്കുന്നത് അല്ലെ. 4 മണിക്കൂറിൽ 60 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് എത്ര ദൂരം സഞ്ചരിക്കും അല്ലെ. 4 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം ആ കാർ സഞ്ചരിക്കുന്ന ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ നമുക്കറിയാം, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്പീഡ് ഇൻറ്റു ടൈം ആണ് അല്ലെ. നമുക്ക് ആകെ അറിയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ പഠിച്ചാൽ മതി. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്നുള്ളത് മാത്രം. അത് ഇക്വേഷൻ പഠിക്കുകയല്ല, ഇങ്ങനെ ആലോചിച്ചാൽ മതി. സ്പീഡിനെ കാണാൻ വേണ്ടി ദൂരത്തെ എന്ത് ചെയ്യുക? സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാ. സ്പീഡിന്റെ ടൈം ആണ്. സ്പീഡ് എത്രയാണ് ഇവിടെ? സ്പീഡ് 60 km/h ആണ്. 60 കിലോമീറ്റർ ആണ്. ടൈം എത്രയാണ്? 4 hours ആണ് അല്ലെ. അപ്പൊ 60 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 240 കിലോമീറ്റർ എന്ന് കിട്ടും. 240 കിലോമീറ്റർ ആയിരിക്കും 4 മണിക്കൂർ കൊണ്ട് ആ കാർ സഞ്ചരിക്കുക. ആ കാറിന്റെ വേഗത എത്രയാണ്? 60 കിലോമീറ്റർ ആണ് മണിക്കൂറിലെ. ഒരു മണിക്കൂറിൽ 60 കിലോമീറ്റർ സഞ്ചരിക്കും. അങ്ങനെയാണ് 4 മണിക്കൂർ കൊണ്ട് 240 കിലോമീറ്റർ ആ കാർ സഞ്ചരിക്കും. നേരെ മറിച്ച് 4 മണിക്കൂറിന് പകരം എത്രയോ മിനിറ്റ് ആണ് അല്ലെങ്കിൽ സെക്കൻഡ് ആണ് ചോദിച്ചതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒന്ന് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ചോദിച്ചിട്ടില്ല. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? നമ്മൾ നേരത്തെ പഠിച്ച മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്കും കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മാറ്റേണ്ടി വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു കാർ മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗത സഞ്ചരിക്കുന്നു അല്ലെ. മണിക്കൂറിൽ 72 കിലോമീറ്റർ ആണ്. 72 km/h ആണ് അല്ലെ. മണിക്കൂറിൽ 72 കിലോമീറ്റർ ആണ് ഒരു കാർ സഞ്ചരിക്കുന്ന വേഗത. എങ്കിൽ 15 മിനിറ്റ് കൊണ്ട് എത്ര മീറ്റർ സഞ്ചരിക്കും അല്ലെ. മാറി. ഇവിടെ നമുക്ക് തന്ന വേഗത km/മണിക്കൂറിലാണ്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന സമയം മിനിറ്റിലാണ്. നമുക്ക് കാണേണ്ട ദൂരം മീറ്ററിലാണ്. ഒക്കെ മാറിയില്ലേ? ഇതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ഒന്ന് മാറ്റേണ്ടി വരും. കിലോമീറ്റർ പറഞ്ഞാലും എന്ത് ചെയ്യേണ്ടി വരും? ഒന്നുകിൽ മീറ്ററിലേക്ക് മാറ്റേണ്ടി വരും. ഹവറിനെ സെക്കൻഡിലോ മിനിറ്റിലേക്ക് മാറ്റേണ്ടി. നമുക്ക് നോക്കാം ഏറ്റവും ഈസി ഏതാണെന്ന് നോക്കാം. നമുക്ക് കാണേണ്ടത് എന്താ? ദൂരാണ് കാണേണ്ടത് അല്ലെ. 15 മിനിറ്റ് കൊണ്ട് എത്ര സഞ്ചരിച്ചു? നമുക്ക് തന്നിരിക്കുന്ന വേഗത എന്തിലാണ്?
km/h. അങ്ങനെയാണെങ്കിൽ ഈ 15 മിനിറ്റിനെ നമുക്ക് മണിക്കൂറിലേക്ക് മാറ്റാൻ പറ്റുമോ നോക്കാം. 15 മിനിറ്റ് എങ്ങനെ മണിക്കൂറിലേക്ക് മാറ്റാം? 30 മിനിറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് എത്ര മണിക്കൂർ എന്ന് പറയാം? അരമണിക്കൂർ എന്ന് പറയാമായിരുന്നു അല്ലെ. 30 മിനിറ്റ് ആയിരുന്നെങ്കിൽ അരമണിക്കൂറാണ്. 60 നമുക്കറിയാം 60 മിനിറ്റ് ആണ് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ് ഒരു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോ 60 മിനിറ്റ് ആണ് എന്ത് ഒരു മണിക്കൂർ. ആ 60ന്റെ പകുതിയാണ് 30 അല്ലെ. അപ്പൊ നമുക്ക് അരമണിക്കൂർ എന്ന് പറയാം. ആ 30ന്റെ പകുതിയാണ് എന്ത് 15. അപ്പൊ നമുക്ക് എന്താ പറയാം? 1/4 മണിക്കൂർ എന്ന് പറയാം. അപ്പൊ കാലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാ? 1/4 ആണ് അല്ലെ. അപ്പൊ 15 മിനിറ്റ് എന്ന് പറഞ്ഞാല് 1/4 ഹവർ ആയിരിക്കും. 1/4 മണിക്കൂർ ആയിരിക്കും 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ദൂരം കാണാൻ പറ്റുമല്ലോ. ദൂരം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് ഇവിടെ അറിയാം 72 ആണ്. ഇൻറ്റു എത്രയാ സമയം? 1/4 മണിക്കൂറാണ്. 1/4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 ആണ്. അപ്പൊ 72 ഇൻറ്റു 1/4 ആണ്. നമുക്ക് നോക്കാം. 72 ഇൻറ്റു 1/4 എന്ന് പറഞ്ഞാൽ മീനിങ് 72 ഡിവൈഡഡ് ബൈ 4 എന്നാണ് അല്ലെ. നമുക്ക് എങ്ങനെ ചെയ്യാം? 72 ഡിവൈഡഡ് ബൈ 4 എന്നാണ്. ഒന്നുകിൽ 72 എന്ത് ചെയ്യാം? ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയി ഇങ്ങനെ നോക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? കട്ട് ചെയ്യുന്ന ഓപ്ഷൻ നോക്കാം. കട്ട് ചെയ്യുക എങ്ങനെയാന്ന് വെച്ചാൽ ഡയറക്റ്റ് 72 4 പോവാൻ നോക്കാം. 72 എങ്ങനെ 4 പോവാൻ നോക്കാം. ആദ്യം 7 അല്ലേ. 7ൽ എത്ര 4 ഉണ്ട്? 7 നമുക്ക് ഒരു 4 ആണുള്ളത് അല്ലെ. അപ്പൊ 7 നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു 4 എന്ന് കിട്ടും. ബാക്കി ബാലൻസ് എത്രയാണ്? ബാലൻസ് 3 ആണ്. ആ 3 അവിടേക്ക് പോകുന്ന സമയത്ത് അത് 32 ആവും അല്ലെ. ഇവിടെ ബാലൻസ് ഉള്ള 2 ആയിരുന്നു. ഇവിടെ ഇപ്പോ 7ൽ ഒരു 4 ആയതുകൊണ്ട് അവിടെ ബാലൻസ് 3 ഉണ്ട്. ഇവിടേക്ക് പോകുന്ന സമയത്ത് എന്തായി? 32 ആയി. അപ്പൊ 32ൽ എത്ര 4 ഉണ്ട്? 32ൽ 8 4 ഉണ്ട്. അപ്പൊ എത്ര കിട്ടി? 18 എന്ന് കിട്ടി. അപ്പൊ ദൂരം എത്രയാണ്? ദൂരം 18 കിലോമീറ്റർ ആണ്. ക്ലിയർ? എങ്ങനെ ചെയ്തത്? സ്പീഡ് എന്ന് പറഞ്ഞാല് 72 km/h ആണ്. സമയം എന്ന് പറഞ്ഞാല് 15 മിനിറ്റ് ആണ്. അതായത് 1/4 മണിക്കൂറാണ്. 1/4 മണിക്കൂറാണ് സമയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദൂരം എന്ന് പറഞ്ഞാൽ 72 ഇൻറ്റു 1/4 ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് പോയി നമുക്ക് 18 കിലോമീറ്റർ എന്ന് കിട്ടും. പക്ഷെ ഓപ്ഷനിൽ 18 കിലോമീറ്റർ ഉണ്ടാവില്ല. കാരണം എന്താ? നമ്മളോട് ചോദിച്ചത് എത്ര മീറ്റർ സഞ്ചരിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ 18 കിലോമീറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മീറ്ററിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ആ 18 കിലോമീറ്ററിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. അപ്പൊ 18 കിലോമീറ്റർ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 18000 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ. 18 കിലോമീറ്ററിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 18000 മീറ്റർ എന്ന് കിട്ടും. ഇതിന്റെ ആൻസർ എന്താ വരിക? 18000 മീറ്റർ ആണ്. ഇവിടെ ചെയ്ത കാര്യം എന്തേ ഉള്ളൂ? സമയത്തെ ഒന്നങ്ങ് മാറ്റിയില്ലേ. സമയം എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ്. 15 മിനിറ്റ് എന്നാൽ 60ന്റെ 4ൽ 1 ആണ് അല്ലേ. അപ്പൊ എന്താ? അതാണ് 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ 1/4 മണിക്കൂർ ആയിരിക്കും. അതായത് 1/4 മണിക്കൂർ ആയിരിക്കും. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 18 കിലോമീറ്റർ ആയിരിക്കും. ആ കിലോമീറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 18000 കിലോമീറ്റർ എന്ന് കിട്ടുന്നു. ക്ലിയർ? അപ്പോ ആ രീതി നോക്കണ്ടേ. അപ്പൊ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ചോദിച്ചത്, ക്വസ്റ്റ്യൻ മീറ്റർ ആണോ മണിക്കൂറാണോ എന്താണോ ഉള്ളത് ആ രീതി തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നോക്കേണ്ടി വരും. ഓക്കെ. അടുത്തൊരു ചോദ്യം നോക്കിയേ. തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് രാവിലെ 9 മണിക്ക് പുറപ്പെട്ട ബസ് വൈകിട്ട് 5 മണിക്ക് എത്തി. തൃശ്ശൂരിൽ നിന്ന് രാവിലെ 9 മണിക്ക് ഒരു ബസ് പുറപ്പെട്ടു. വൈകിട്ട് 5 മണിക്ക് എവിടെ എത്തി? തിരുവനന്തപുരത്ത് എത്തി. ബസിന്റെ ശരാശരി വേഗത 35 km/h ആണ്. അതായത് മണിക്കൂറിൽ 35 കിലോമീറ്റർ ആണ് ഇതിന്റെ ശരാശരി വേഗത. അങ്ങനെയാണെങ്കിൽ എത്ര ദൂരം അത് സഞ്ചരിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്കറിയാം അല്ലെ. എല്ലാം ഡിസ്റ്റൻസ് കാണുന്നതാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം അല്ലെ. സ്പീഡിനെ സമയം കൊണ്ട് ഗുണിച്ചതാണ് എന്ത്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. സ്പീഡ് എത്രയാണ്? സ്പീഡ് നമുക്കറിയാം 35 km/h ആണ്. സമയം എത്രയാണ്? എത്ര സമയം എടുത്തു എന്നോ അവിടെ നമുക്ക് അറിയേണ്ട കാര്യം എന്താ? രാവിലെ 9 മണിക്ക് പുറപ്പെട്ടു, വൈകിട്ട് 5 മണിക്ക് എത്തി. അപ്പൊ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ എത്ര സമയമുണ്ട് എന്ന് അറിയണം അല്ലെ. നമുക്കറിയാം വൈകിട്ട് 5 മണി. അപ്പൊ 12 മണി വരെ എന്ന് പറയുമ്പോൾ 3 മണിക്കൂറാണ്. ആ 3 മണിക്കൂറിന്റെ കൂടെ ഒരു 5 മണിക്കൂർ കൂട്ടി. അതാണ് ടോട്ടൽ 8 മണിക്കൂറാണ് അല്ലെ. ടൈം എന്ന് പറഞ്ഞാല് ടോട്ടൽ 8 മണിക്കൂറാണ് എടുത്തത്. തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ ആ ബസ് എടുത്ത ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 മണിക്കൂറാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 35 ഇൻറ്റു 8 ആണ് അല്ലെ. ദൂരം സമയം കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ വേഗത കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൂരം നമുക്ക് എന്താ അറിയാം? 35 ഇൻറ്റു 8 എന്ന് കാണാം. അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 8 ഇൻറ്റു 5 40 ആണ്. 8 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 24 ആണ്. അതിന്റെ കൂടെ 4 കൂട്ടിയാൽ 280 കിട്ടും അല്ലെ. 280 കിലോമീറ്റർ ആണ് ടോട്ടൽ ആ ബസ് സഞ്ചരിച്ചത്. ക്ലിയർ? അപ്പോ
280 കിലോമീറ്റർ എങ്ങനെ കിട്ടിയത്? ദൂരത്തെ സ്പീഡിനെ ഡിസ്റ്റൻസ് സമയം കൊണ്ട്, അതായത് വേഗതയെ സമയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് എന്ത്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സമയം ഡയറക്റ്റ് തന്നിട്ടില്ല. നമുക്കറിയാം 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ 8 മണിക്കൂറാണ്. അപ്പൊ 8 മണിക്കൂർ എടുത്ത ടൈം എന്ന് പറയില്ല. 8 മണിക്കൂർ കൊണ്ട് 35 കിലോമീറ്റർ ആണ് ഓരോ മണിക്കൂറിൽ ആ ബസ് എടുക്കുന്ന ശരാശരി വേഗത. അങ്ങനെയാണെങ്കിൽ 8 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? 280 കിലോമീറ്റർ സഞ്ചരിക്കും. ഓക്കെ, ക്ലിയർ? അപ്പോ ഏത് രീതി ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഉത്തരം കാണാൻ വേണ്ടി പറ്റണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒരാൾ എയിൽ നിന്നും ബിയിലേക്ക് 50 കിലോമീറ്റർ വേഗത, അല്ലെ? 50 കിലോമീറ്റർ പെർ ഹവർ, മണിക്കൂറിലാണെങ്കിൽ ഒരു മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ എന്ത് ചെയ്തു? സഞ്ചരിച്ചു. ബിയിൽ നിന്ന് എയിലേക്ക് 30 കിലോമീറ്റർ വേഗതയിലേക്ക് സഞ്ചരിച്ചു. അതായത് തിരിച്ചു വരുമ്പോ, അതായത് ബിയിൽ നിന്ന് എയിലേക്ക് വരുന്ന സമയത്ത് എന്തായി? 30 കിലോമീറ്റർ പെർ ഹവർ ആണ്. 30 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ശരാശരി വേഗത എത്രയാണ്? ഇപ്പൊ നോർമലി പലപ്പോഴും എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ശരാശരി വേഗതകൾ എന്ത് ചെയ്യും? അങ്ങോട്ട് 50, ഇങ്ങോട്ട് 30, ടോട്ടൽ 80, 80ന്റെ പകുതി 40 എന്ന് എഴുതും. ഓപ്ഷനിൽ എ ആയിട്ട് 40 തന്നെ കൊടുക്കണ്ടാവും. ഈ 40 തെറ്റാണ്. കാരണം എന്താ? അങ്ങോട്ട് പോകുന്ന സമയവും ഡിഫറൻ്റ് ആണ്, ഇങ്ങോട്ട് വരുന്ന സമയവും ഡിഫറൻ്റ് ആണ്. അപ്പൊ നമുക്കറിയാം സമയത്തിനനുസരിച്ചാണ് എന്തുണ്ടാവുക? ഈ കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെ? അപ്പോ 50 കിലോമീറ്റർ അങ്ങോട്ടും 30 കിലോമീറ്റർ ഇങ്ങോട്ടും ആകുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ശരാശരി വേഗത കാണാൻ, ഇതിന്റെ ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ അത് ആവറേജ് സ്പീഡ് എന്ന് പറയും. ആവറേജ് സ്പീഡ് കാണാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഇക്വേഷൻ ആയിട്ട് ആലോചിക്കണമെന്നില്ല. ശരിക്കും ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ദൂരം ബൈ ടോട്ടൽ ടൈം ആണ്. ഇവിടെ ടോട്ടൽ ദൂരവും തന്നിട്ടില്ല, ടോട്ടൽ ടൈം ഒന്നും തന്നിട്ടില്ല. അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. ഇനി അതല്ല, ടോട്ടൽ ദൂരം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് 180 കിലോമീറ്റർ തന്നു ഒരു 3 മണിക്കൂർ കൊണ്ടും, ഇങ്ങോട്ടൊരു 180 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ടും എടുത്തിട്ടുണ്ടെങ്കിൽ ആവറേജ് സ്പീഡ് നമുക്ക് കാണാം. കാരണം ടോട്ടൽ ദൂരം ബൈ ടോട്ടൽ സമയം കൂടി ചെയ്താൽ നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് ടോട്ടൽ സമയം തന്നിട്ടില്ല, ടോട്ടൽ ദൂരം തന്നിട്ടില്ല. ആകെ തന്നത് എന്താ? വേഗത മാത്രമേ തന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ 2ab by a plus b ആണ്. 2ab by a plus b ആണ്. ab കണ്ടൊന്നും നിങ്ങൾ പേടിക്കണ്ട, ഒന്നുമില്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന 2 സ്പീഡാണത്. എന്തൊക്കെ 2 സ്പീഡുകൾ? 2 into ഒരു സ്പീഡ് എത്രയാ? 50 ആണ്, അല്ലെ? 50 കിലോമീറ്റർ ആണ്. മറ്റേ സ്പീഡ് എത്രയാണ്? 30 കിലോമീറ്റർ. അപ്പൊ 2 into 50 into 30 ആണ്. ഡിവൈഡഡ് ബൈ 50 plus 30 എന്ന് കാണാം. ഓക്കെ, എന്താ? 2 into 50 into 30 ആണ്. ഡിവൈഡഡ് ബൈ 50 plus 30 ആണ്. അപ്പൊ ടോട്ടൽ എന്ത് കിട്ടും? 2 into 50 into 30 by 80 എന്ന് കിട്ടും. ഇവിടെ 50 വെട്ടാൻ പാടില്ല, കാരണം അടിയിൽ പ്ലസ് ആണ്. മൾട്ടിപ്ലൈ ആണ് നമുക്ക് വെട്ടാൻ പറ്റുമായിരുന്നു, പക്ഷെ അടിയിൽ എന്താണ്? പ്ലസ് ആണ്. നമുക്ക് അങ്ങനെ വെട്ടാൻ പറ്റില്ല. അപ്പൊ 2 into 50 into 30 by 80 എന്ന് കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം? 0 വെട്ടാം. ഈ 0 നമുക്ക് വെട്ടാം. പിന്നെ എന്ത് ചെയ്യാം? ഈ 2ഉം ഈ 8ഉം കൂടെ വെട്ടാൻ എന്തായി? ഇവിടെ 4 ആയി മാറി. പിന്നെ എന്ത് ചെയ്യാം? 50 into 3 by 4 ആണ്. 50 into 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 150 ആണ്. 150യെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 37.5 എന്ന് കിട്ടും. 150യെ by 2 കൊണ്ട് ചെയ്യുമ്പോൾ 75 കിട്ടും. 75ന്റെ കൂടി പകുതിയാണ്. 75ന്റെ പകുതി എന്ന് പറയുമ്പോൾ എന്താ? 37.5 കിലോമീറ്റർ ആണ് എന്ത്? ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോ നമുക്ക് തന്നിരിക്കുന്നത് അങ്ങോട്ടൊരു 50 കിലോമീറ്റർ സഞ്ചരിച്ചു, ഇങ്ങോട്ടൊരു 30 കിലോമീറ്റർ സഞ്ചരിച്ചു മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ എങ്കിൽ ആവറേജ് സ്പീഡ് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 2ab ഡിവൈഡഡ് ബൈ a plus b ആണ്. ആ എയും ബി എന്ന് പറഞ്ഞാൽ 2 വേഗതയാണ്. അടുത്തൊരു ചോദ്യം കൂടി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവും. നമുക്ക് നോക്കാം. നോക്കിക്കേ, അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 60 കിലോമീറ്റർ ആണ്, അല്ലെ? എയിൽ നിന്ന് ബിയിലേക്ക് 60 കിലോമീറ്റർ ആണ് വേഗതയിലാണ് സഞ്ചരിച്ചത്. ബിയിൽ നിന്ന് എയിലേക്ക് 40 കിലോമീറ്റർ വേഗതയിലാണ്, അല്ലെ? തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് എത്രയാ? 40 കിലോമീറ്റർ വേഗതയിലാണ് എന്ത് ചെയ്ത്? തിരിച്ച് സഞ്ചരിച്ചത്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എന്താ? ഇവിടെ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസും ടോട്ടൽ ടൈമും തന്നിട്ടുണ്ടെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷെ ഇവിടെ ഒന്നും തന്നിട്ടില്ല, ആകെ വേഗത മാത്രമേ തന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2ab ഡിവൈഡഡ് ബൈ a plus b ആണ്. ഇങ്ങനെ ഇക്വേഷൻ അങ്ങനെ ബൈ ഹാർട്ട് പഠിക്കണം എന്നല്ല, അത് എന്താണെന്ന് ആലോചിച്ചാൽ മതി, അല്ലെ? 2ab ഡിവൈഡഡ് ബൈ a plus b ആണ്.
അപ്പൊ എന്താ പറയാ 2 into 60 into 40 divided by a plus b. a plus b എന്ന് പറഞ്ഞാൽ 60 plus 40. 60 plus 40 എന്ന് പറഞ്ഞാൽ 100 ആണ് വരിക അല്ലെ. 100 എന്ന് വരും. ഈ 0 ക്യാൻസൽ ചെയ്യാം, ഇതും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ ഉണ്ടാവുക? 2 into 6 into 4. 6 into 4 എന്ന് പറഞ്ഞാൽ 24 ആണ്. 24 into 2 എന്ന് പറഞ്ഞാൽ 48 ആണ്. 48 km/h ആയിരിക്കും ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്തേ പഠിക്കാനുള്ളൂ? ഇതൊന്നും ആലോചിച്ചാൽ മതി. ആവറേജ് സ്പീഡ് നമുക്ക് വേഗത മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ ആവറേജ് സ്പീഡ് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ 2ab by a plus b. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഫോർമുല ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്യാന്നല്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി. എന്താ ആ രണ്ട് ദൂരത്തെ നമുക്ക് വേറെ ഒന്നും തന്നില്ല. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള മീനിങ് എന്താ? ശരിക്കുള്ള മീനിങ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താണ് എന്ത് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് തന്നിട്ടില്ല, ടോട്ടൽ ടൈം തന്നിട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമുല ആണ് എന്ത്? 2ab by a plus b. ആ എയും ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ അങ്ങോട്ട് പോകുമ്പോഴുള്ള വേഗതയും ഒന്ന് തിരിച്ചു വരുമ്പോഴുള്ള വേഗതയാണ്. അത് ആലോചിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. 2ab by a plus b ആണ് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ആവറേജ് സ്പീഡ് കാണാനുള്ള ഫോർമുല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പിന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ട്രെയിനിന്റെ ചോദ്യം ഉണ്ടാവും അല്ലെ. ഇത്ര നീളമുള്ള ട്രെയിന്, ഇത്ര നീളമുള്ള പാലം കടന്നു പോകാൻ എത്ര സമയം എടുക്കും? അല്ലെങ്കിൽ ഇത്ര ശരാശരി വേഗതയുള്ള ട്രെയിന്, ആ ട്രെയിനിന്റെ നീളം ഇത്രയാണ്, അല്ല ഇത്ര നീളമുള്ള പാലം കടന്നു പോകാൻ എത്ര സമയം എടുക്കും? അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയം എടുക്കും? അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റിനെ ഇത്ര സമയം കൊണ്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ ട്രെയിനിന്റെ നീളം എന്തായിരിക്കും? അങ്ങനെയുള്ള പലതും തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആണിത്. നമുക്ക് നോക്കാം. മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗത സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ അല്ലെ. അപ്പൊ സ്പീഡ് എത്രയാണ്? സ്പീഡ് ഈക്വൽ ടു 72 km/h ആണ് അല്ലെ. മണിക്കൂറിൽ 72 കിലോമീറ്റർ സ്പീഡ് സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ. ഓക്കെ, 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് 500 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയം എടുക്കും അല്ലെ? ട്രെയിനിന്റെ നീളം എത്ര? ട്രെയിന് 100 മീറ്റർ ആണ്. എത്ര പാലം കടന്നു പോകണം? 500 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകണം. അങ്ങനെയാണെങ്കിൽ എത്ര സമയം എടുക്കും എന്നാ ചോദിച്ചത്. ഇവിടെ നമുക്ക് ദൂരമായിട്ട് തന്നിട്ടില്ല, പക്ഷെ ഇവിടെ ദൂരം എന്ന് പറഞ്ഞാൽ എന്താ? ആ ട്രെയിനിന്റെ നീളം ഇവിടെ ഒരു ഫാക്ടർ ആണ് അല്ലെ. നമുക്ക് കാറ് ബസ്സിനൊന്നും നീളം ഒരു ഫാക്ടർ അല്ല, പക്ഷെ ട്രെയിനിന്റെ നീളം എന്താണ്? ഒരു ഫാക്ടർ ആണ്. കാരണം അത്രയും നീളം ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയാലേ നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ? ആ ഒരു പാലം കടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ട്രെയിനിന്റെ നീളത്തിലാണ് 100 മീറ്റർ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 500 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകണം അല്ലെ. അപ്പൊ ദൂരം എന്ന് പറഞ്ഞാല് 500 മീറ്റർ നീളമുള്ള ഒരു പാലുണ്ട്, പ്ലസ് എന്തുകൂടെ ഉണ്ട്? 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനും ഉണ്ട്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 500 + 100 600 മീറ്റർ ആണ് എന്ത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്, സ്പീഡ് ഇവിടെ തന്നിട്ടുണ്ട്, ടൈം കാണാലോ. അങ്ങനെ ടൈം നോക്കിക്കേ. ടൈം കൂടെ ഓപ്ഷനിൽ തന്നതൊക്കെ സെക്കൻഡിലാണ് തന്നത് അല്ലെ. അപ്പൊ സെക്കൻഡിലാണ് തന്നത്, ദൂരം മീറ്ററിലാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡിനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പൊ ഈ 72 km/h എങ്ങനെയാ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാം? കിലോമീറ്ററിനെ മീറ്ററിലേക്കാണ്, എന്ന് വെച്ചാല് വലിയ യൂണിറ്റിനെ ചെറുതിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ വലിയ യൂണിറ്റിനെ ചെറുതിലേക്ക് എന്ന് പറയുമ്പോൾ മേലെ ചെറുത് വരും. 5/18 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 4 എന്ന് കിട്ടും, ഇവിടെ 20 എന്ന് കിട്ടും. അപ്പൊ 20 മീറ്റർ/സെക്കൻഡ് ആണ് സ്പീഡ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 600 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം എന്താ? ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ. നമുക്കറിയാം, ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ അല്ലെങ്കിൽ ഒറ്റ കാര്യം പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ടൈം കിട്ടും. ഡിസ്റ്റൻസ് എത്രയായിരുന്നു? ഡിസ്റ്റൻസ് 600 ആണ്, ബൈ സ്പീഡ് 20 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0 ക്യാൻസൽ ചെയ്യാം. 60/2 എന്ന് പറഞ്ഞാല് 30 സെക്കൻഡ് ആണ് എന്ത് ടൈം? 30 സെക്കൻഡ്. ഏത് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ വരാം. ഓക്കെ, എന്തൊക്കെ ചെയ്തിട്ടുള്ളൂ? നമ്മളോട് പറഞ്ഞത് മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ അല്ലെ. മണിക്കൂറിൽ 72 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു ട്രെയിന്, അതിന്റെ നീളം എന്ന് പറഞ്ഞാൽ 100 മീറ്റർ ആണ്. അതൊരു 500 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര സമയം എടുക്കുന്ന ചോദിച്ചത്. അപ്പൊ അവിടുത്തെ ദൂരത്തിന്റെ പ്രത്യേകത 500 മീറ്റർ പാലം മാത്രമല്ല, ആ ട്രെയിനിന്റെ നീളം കൂടി അവിടുത്തെ ഒരു ഫാക്ടർ ആണ്. അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ആഡ് ചെയ്തേക്കണം അല്ലെ. നമുക്ക് ടൈം കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് കണ്ട നമുക്ക് എന്ത് കിട്ടും? ടൈം കിട്ടും. പക്ഷെ എന്താണ് ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ട്രെയിനിന്റെ നീളം കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈസിയാണ്. അപ്പൊ 500 മീറ്റർ നീളമുള്ള പാലോ 100 മീറ്റർ നീളമുള്ള ട്രെയിനും കൂടെ ടോട്ടൽ 600 മീറ്റർ ആണ്. ടൈം എന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പക്ഷെ സ്പീഡ് നമുക്ക് തന്നത് എന്താ? km/h നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്റർ/സെക്കൻഡിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ആലോചിക്കണം, കിലോമീറ്ററിനെ മീറ്റർ/സെക്കൻഡിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ വലുതിന്
ചെറുതിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ മേലെ ചെറിയ നമ്പർ, അതായത് 5 ആണ് മേലെ വരിക. 5/18 കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡ് ആയിരിക്കും. ഓപ്ഷൻ നോക്കുക, 30 സെക്കൻഡ്. ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും ഇതിന്റെ ആൻസർ വരിക. ക്ലിയർ? ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യുക. അപ്പൊ എന്തൊക്കെയാണ് ചെയ്യേണ്ടി വരിക എന്നുള്ളത് എന്ത് ചെയ്യണം, ഒന്ന് നോക്കേണ്ടി വരും. അത് നോക്കിയിട്ട് നിങ്ങൾ എന്താ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത് ഇന്നത്തെ കാര്യത്തില്? സ്പീഡ് കാണാന്ന് പറഞ്ഞാൽ എന്താ, സ്പീഡും ടൈമും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, അല്ലെങ്കിൽ എന്താ അതിന്റെ വ്യത്യാസം? സ്പീഡ് കൂടുമ്പോൾ സമയം കുറയില്ലേ? ഇത്ര സ്പീഡിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇത്ര സമയം കൊണ്ട് നമ്മൾ എത്തുന്നുള്ളൂ അല്ലെ? അപ്പൊ സ്പീഡ് എത്രയാണോ കൂടുന്നത് അല്ലെ, സ്പീഡ് കൂടുന്തോറും സമയം കുറഞ്ഞു പോകും അല്ലെ? ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് നമ്മള് നോർമൽ 8 മണിക്കൂറുണ്ട്, നമ്മളൊരു 6 മണിക്കൂർ 6 മണിക്കൂർ കൊണ്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മീനിങ് എന്താ, നമ്മുടെ വേഗത കൂടുതലായിരുന്നു. ഈ നോർമൽ 8 മണിക്കൂറുള്ളത് 12 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ എത്തിയതെങ്കിൽ അതിന്റെ മീനിങ് എന്താ, വേഗത കുറവാണ്. ഓക്കെ, അപ്പോൾ വേഗത എന്ന് പറഞ്ഞാൽ ദൂരത്തെ സമയം കൊണ്ട് ഹരിച്ചതാണ്. അത് ഇങ്ങോട്ട് മാറ്റിയിട്ട് എല്ലാ കാര്യം നമുക്ക് കിട്ടും. അപ്പൊ സമയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ദൂരത്തെ വേഗത കൊണ്ട് ഹരിച്ചതായിരിക്കും. ദൂരം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വേഗതയെ സമയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് എങ്ങനെയാണ് മാറ്റുക, കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് എങ്ങനെയാണ് മാറ്റുക എന്നുള്ളതാണ്. ഒറ്റ കാര്യം ആലോചിക്കുക, ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് യൂണിറ്റ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ എന്താ ആലോചിച്ചാൽ മതി, എത്രയാണോ നമുക്ക് തന്നത് അതിനെ 18/5 കൊണ്ട് അല്ലെ, നമുക്ക് ഒന്നുകിൽ 5/18 ആണ് അല്ലെങ്കിൽ 18/5 ആണ്. ആ നമ്പർ താഴെയാണ് മേലെയാണെന്നുള്ള ഡൗട്ട് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ വലിയ സംഖ്യ മേലിടും, അതായത് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇത്ര കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈമിലുള്ള ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.